ഹലോ. ഇത് അധികം വലിച്ചു നീട്ടാത്തൊരു വീഡിയോ ആണ്. കാരണം എന്താ വെച്ചാൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ ഇന്നലെ കണ്ണിൽപ്പെട്ട ഒരു ന്യൂസ് ഉണ്ട്. ഷഹബാസ് നമ്മളെ താമരശ്ശേരിയിലെ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പയ്യൻ, അവൻ്റെ കൂടെ പഠിക്കുന്ന കൂട്ടുകാർ തന്നെ അവനെ വലിച്ച് പുറത്തേക്കിട്ട് കണ്ണുമ്മ കുത്തി നെഞ്ചാക്ക് വെച്ചടിച്ച് അവനെ ഇവിടുന്ന് പറഞ്ഞയച്ചിരിക്കണം. അവൻ്റെ അതിൽ കുറേ പോസ്റ്റുകളെയും കണ്ടു. അവൻ്റെ ചങ്കൊരു കൂട്ടുകാരൻ എല്ലാവർക്കും ഉണ്ടാവുമല്ലോ. അവൻ കരയാണ്. എന്തിനാ ഓനെ കൊന്നേന്നാണ് അവർ ചോദിക്കുന്നത്. അവൻ്റെ ചങ്ക് പൊട്ടിട്ട് എന്തിനാ ഓനെ കൊന്നേ? അവൻ്റെ ഉമ്മാക്ക് ഇപ്പോഴും മാനസിക നില ശരിയായിട്ടില്ല എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. കാരണം ഉമ്മ ചോദിക്കുന്നുണ്ട്, എൻ്റെ മോനെവിടെ, എൻ്റെ മോനെപ്പോഴാ വരിക? അവൻ്റെ ഉപ്പ ഇപ്പോഴും നിയമത്തിന്റെ വഴിയിലുണ്ട്. ഉപ്പ പറഞ്ഞത് അവനെ തല്ലി മുകളിലേക്ക് അയച്ച ആ കുട്ടികളോട് ചോദിക്കണം എന്നല്ല, അവന്റെ വീട്ടുകാരോട് ചോദിക്കണം. ഇതെന്തിന്, അവർക്ക് പങ്കുണ്ടോ എന്ന് അന്വേഷിക്കണം. കാരണം ഇങ്ങനെയൊക്കെയാണ് ആ കുട്ടിയുടെ ഷഹബാസിന്റെ ആ കുട്ടിയുടെ ഉപ്പ പറയുന്നത്. അപ്പൊ ഇന്നലെ വന്ന ന്യൂസ് എന്താ വെച്ചാല്, ആ കുട്ടിയുടെ കാരണം ആ കുട്ടീനെ തല്ലി മോളിക്ക് അയച്ചില്ലേ, അവരെ എക്സാം എഴുതിക്കില്ല എന്നൊരു നാട്ടുകാർ തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒരു പ്രത്യേക നിയമത്തിന്റെ ബലത്തിലായിരിക്കും അവരെ കൊണ്ട് വീണ്ടും എക്സാം എഴുതിച്ചു. ദുർഗുണ പരിഹാര പാഠശാലയിൽ വെച്ചിട്ട് എക്സാം എഴുതിച്ചു. ആ എക്സാം എഴുതിയത് ഇന്നലെ നമ്മളെ ഷഹബാസിന്റെ റിസൾട്ടും വന്നിട്ടു. അവന് പാവം എല്ലാ പരീക്ഷയും ഒരുപാട് പഠിച്ച് എക്സാം എഴുതണം എന്നൊരു ചിന്ത ഉണ്ടായിരിക്കും. പക്ഷെ അവനൊരു ഒറ്റ എക്സാം എഴുതാൻ പറ്റുള്ളൂ. ബാക്കിയുള്ള എക്സാം എഴുതുന്നതിന് മുന്നേ ബാക്കിയുള്ളവർ അവനെ കാലുപുരിക്ക് പറഞ്ഞയച്ച്. പക്ഷെ ഞാൻ ഒരു കാര്യം പറയട്ടെ, അവന് എഴുതിയ ആ എക്സാം IT ആയിരുന്നു. IT എക്സാമിൽ അവന് A+ കിട്ടിക്കണു. അവനക്ക് അവന്റെ വീട്ടുകാർ ആ മാർക്ക് ലിസ്റ്റ് നോക്കിയിരുന്ന് കരയുന്നുണ്ടാവും. അതൊന്നും ഞാൻ പറയുന്നില്ല, കാരണം ആ സിറ്റുവേഷൻ നമുക്ക് ഊഹിക്കാവുന്നേ. നമ്മൾ ഭക്ഷണം കഴിക്കുന്ന ആൾക്കാരാണ്. പക്ഷേ അവനെ ഉപദ്രവിച്ച് നമ്മളെ മുകളിലേക്ക് പറഞ്ഞയച്ച 6 സ്റ്റുഡൻസ് ആണെന്നാണ്. കാരണം അവര് ഇൻസ്റ്റാഗ്രാമിൽ ഗ്രൂപ്പൊക്കെ ഉണ്ടായിരുന്നു, എങ്ങനെ അവരെ തീർക്കണം, ഗ്രൂപ്പ് കൂടി കൊന്നാൽ അത് കേസില്ല എന്നൊക്കെ. കാരണം ആ ചിന്തയില് 10ൽ പഠിക്കുന്ന ചെക്കന്മാരെ ചിന്തയാണ്. ഞാനൊക്കെ 10ൽ പഠിക്കുമ്പോൾ അളിയ പുളിയച്ചാറിന്റെ പൊടി, ആ ഒരു ചിന്തയെ നമുക്കുള്ളൂ. ആകെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഡ്രില്ലിന്റെ പീരീഡ് ഗോൾ അടിച്ചതും ബോള് പിരിവിട്ട് മേടിക്കുന്നതും അതിലൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഞങ്ങൾ തമ്മിൽ ഉണ്ടെങ്കിൽ അത് ഞങ്ങൾ തീർക്കും. പക്ഷെ ഒരാളെ കൊല്ലുക എന്നൊക്കെ ഉള്ളത് നമ്മൾ സിനിമയിൽ മാത്രമേ പഠിച്ചിട്ടുള്ളൂ. എന്താ കേസ് എന്ന് വെച്ചാല്, ആ എക്സാം ലാസ്റ്റ് അവര് സ്പെഷ്യൽ നിയമം പ്രകാരം അവര് എക്സാം എഴുതിയല്ലോ, ആ ചെക്കനെ മേലോട്ട് പറഞ്ഞയച്ചവര്. ആ റിസൾട്ട് നമ്മളുടെ എഡ്യൂക്കേഷൻ ബോർഡ് ഉണ്ടല്ലോ, അത് ബ്ലോക്ക് ചെയ്തു. കാരണം ഇമാതിരി പിള്ളേര് എക്സാം എഴുതണ്ട. പക്ഷെ ആ റിസൾട്ട് ബ്ലോക്ക് ചെയ്തു. അതും പോരാഞ്ഞിട്ട് 3 കൊല്ലത്തേക്ക് അവരെ ഡീബാർ ചെയ്തു. 3 കൊല്ലത്തേക്ക് അവർക്ക് ഇനി എക്സാം എഴുതാൻ പറ്റൂല. ആരും നഷ്ടപ്പെടാതിരിക്കട്ടെ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമ്പോ. കാരണം അവര് ചെക്കന്മാര് 10ൽ പഠിക്കുന്ന കുട്ടികളാണ്. ഇൻസ്റ്റഗ്രാമിൽ ഗ്രൂപ്പ് ഉണ്ടാക്കിയിരിക്കുന്ന ആ ഷഹബാസിനെ എങ്ങനെ തീർക്കാന്ന് ചർച്ച ചെയ്യാന്. ഇപ്പോ ഞാൻ ഇന്നലെ കണ്ട ന്യൂസ് എന്താ വെച്ചാല്, അവര് ഈ ചാറ്റ് റിക്കവർ ചെയ്യാൻ വേണ്ടി പോലീസ് ശ്രമിച്ചു. പക്ഷെ മെറ്റക്കാര് ഒട്ടും സപ്പോർട്ടല്ല എന്നാണ് കേട്ടിട്ടുള്ളത്. എനിക്ക് അറിഞ്ഞൂടാ എങ്ങനെയാ അതിന്റെ കാര്യങ്ങളെന്നൊന്നും. എന്താ കാര്യം എന്ന് വെച്ചാല്, ഷഹബാസിന് നീതി കിട്ടട്ടെ. അവനെ എന്തായാലും ആ കുട്ടികൾ 10ൽ പഠിക്കുന്ന കുട്ടികളാണല്ലോ അവനെ തച്ചിട്ട് ഒരു വിധാക്കിയിട്ട് മേലോട്ട് പറഞ്ഞയച്ചത്. ആ കുട്ടികൾക്ക് ഇനിയുള്ള ചിലപ്പോ 2-3 കൊല്ലം ദുർഗുണ പരിഹാര പാഠശാലയിൽ ചിലപ്പോൾ കഴിയേണ്ടി വന്നേക്കാം. കാരണം മുമ്പുണ്ടല്ലോ ഡൽഹി റേപ്പ് കേസ്, അതിലൊരു ചെക്കനുണ്ടായിരുന്നു, 18 വയസ്സായിട്ടില്ല അവന്. പക്ഷെ ആ പെൺകുട്ടിനെ ഏറ്റവും കൂടുതൽ ബ്രൂട്ടലി ദ്രോഹിച്ചത് അവനായിരുന്നു. അവനക്ക് ദുർഗുണ പരിഹാര പാഠശാലയിൽ 3 കൊല്ലം ബാക്കിയുള്ളവർക്ക് തൂക്കിക്കൊന്ന് എന്നിട്ട് അവനെ റിലീസ് ചെയ്തു. പക്ഷെ അവൻ പിന്നെ എങ്ങോട്ട് പോയിന്ന് ആർക്കും അറിഞ്ഞുകൂടാ. പക്ഷെ അന്ന് എൻ്റെ ഒരു കാരണം ഞാൻ അന്വേഷിക്കാൻ പറഞ്ഞാൽ ജസ്റ്റ് ഗൂഗിൾ ചെയ്തു, അവൻ സൗത്തിലേക്ക്, അതായത് കേരളത്തിലേക്കോ തമിഴ്നാട്ടിലേക്കോ അന്ന് വന്നിട്ടുണ്ടെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ഇനിയും
ഞാന് നോക്കൂട്ടോ, കാരണം ഞാന് ടൗണിലേക്കോ കാര്യങ്ങൾക്കൊക്കെ പോകുമ്പോ ഞാൻ നോക്കും ഇജാതി മുകളിൽ ഏതെങ്കിലും നാറിനെ കാണാൻ പറ്റുമെന്ന്. കാരണം എനിക്കൊന്നും ചെയ്യാനല്ല, അതിനുള്ള ആവതും കാര്യങ്ങളൊന്നും എനിക്കില്ല. വേറൊന്നുമില്ല, ഞാൻ അപ്പുറത്തെ ആൾക്കാരോട് പറയും അവനൊന്നും നോക്കിക്കോ, അവൻ അജാതി കേസ് ഉണ്ടാക്കിയിട്ടെന്ന്. കാരണം ഇത് ഞാൻ ഇപ്പൊ ഇങ്ങോട്ടേക്ക് പോയത് വേറൊന്നുമില്ല, ഷഹബാസ് വധക്കേസിലും ഇനിയിപ്പോ അതിന് വിധി വന്നു. ഈ 6 പിള്ളേർക്കും മാക്സിമം കിട്ടുക 2-3 കൊല്ലം ചിലപ്പോൾ കിട്ടുമായിരിക്കും. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ അവര് വീണ്ടും അതിലേക്കാണ് ഇറങ്ങുന്നത്. ഞാൻ ആലോചിക്കുന്നത് 10 പഠിക്കണ ഒരു ചെക്കന്മാര് ഗ്രൂപ്പ് ഉണ്ടാക്കി, കാരണം സെൻഡ് ഓഫിന്റെ ഇടയിലുണ്ടായ ഒരു പ്രശ്നത്തിന്റെ പേരിലാണ് ഗ്രൂപ്പ് ഉണ്ടാക്കി അവനെ കൊന്നുകളയാണ് ഷഹബാസിനെ. നമുക്കൊക്കെ മനസ്സിൽ കാണാൻ പറ്റും ഇങ്ങനെ കൊന്നിട്ട്. അയ്യോ, നമുക്ക് എനിക്കൊന്നും പറ്റൂല കേട്ടോ. നമ്മള് ഇതൊക്കെ കഴിഞ്ഞ് വന്ന് കോളേജിലാണെങ്കിലും ശരി, നമ്മളെ പ്രശ്നങ്ങളൊക്കെ തീർക്കാൻ നമ്മള് കോളേജിലേക്ക്, അത് കത്തിയും വടിവാളൊന്നും ആയിട്ടല്ലേ. കാരണം പി ചെക്കന്മാർ നെഞ്ചാക്കൊക്കെ അടിച്ചിട്ടുള്ളത് നമ്മളൊക്കെ അന്ന് തീർക്ക കോളേജിലേക്ക് ഡാൻസ് കളിക്കുമ്പോൾ മേത്തിടിച്ചു എന്ന കാരണത്തിലാണ് ഞങ്ങളൊക്കെ സെക്കൻഡ് ഇയറും ഫൈനൽ ഇയേഴ്സിനൊക്കെ ഞങ്ങൾ പ്രശ്നം ഉണ്ടാക്കിയിട്ടുള്ളത്. അത് കോളേജിൽ പഠിച്ചു കഴിഞ്ഞാൽ ആർക്കും മനസ്സിലാവും അത്. പക്ഷെ 10-ല് +2-ല് പഠിക്കുമ്പോഴൊന്നും നമ്മളൊരു പ്രശ്നത്തിലേക്കോ ഇങ്ങനത്തെ ഒരു കാര്യങ്ങളിലേക്കോ നമ്മളൊന്നും പോയി പെട്ടിട്ടില്ല. ഇനി ആരും പെടാതിരിക്കട്ടെ, ഒരു ഷഹബാസും നമ്മളെ വിട്ട് പോവാതിരിക്കട്ടെ. ഒരു അച്ഛനും അമ്മയ്ക്കും അല്ലെങ്കിൽ ഉപ്പാക്കും ഉമ്മാക്കും ഡാഡിക്കും മമ്മിക്കും അവരെ മക്കളെ നഷ്ടപ്പെടാതിരിക്കട്ടെ. എല്ലാവർക്കും നല്ല ബുദ്ധി വരട്ടെ. കാരണം ഇപ്പൊ സോഷ്യൽ മീഡിയ ഒക്കെ ആയിരിക്കും, കാരണം ഇജാതി ക്രൈം മൈൻഡ് ഒക്കെ ആൾക്കാർക്ക്. കാരണം നമ്മളൊക്കെ എൻ്റെ ഒക്കെ ചെറിയ പ്രായത്തില് അന്ന് ആകെ ഇത് ദൂരദർശനാണ്. ദൂരദർശനില് ഞായറാഴ്ച സിനിമ, ആ സിനിമയിൽ കാരണം ഇപ്പോഴത്തെ പിള്ളേർക്ക് യൂട്യൂബിൽ സെർച്ച് ചെയ്ത് ഏത് ടൈപ്പ് ക്രൈമും കിട്ടും. അല്ലാണ്ട് 10 പഠിക്കുന്ന ചെക്കനൊക്കെ നെഞ്ചാക്ക് കൊടുത്തിട്ട് ചെക്കനെ അടിക്കണമെങ്കിൽ അവൻ പറയണൊക്കെ ഇവന്റെ കണ്ണിൽ 3 കുത്തി ഞാൻ കുത്തിത്രേ. കാരണം കണ്ണിൽ കുത്തുമ്പോൾ അത് എഫക്ട് ചെയ്യുന്ന ബ്രെയിനാണ്. അപ്പൊ ഞാൻ ഇപ്പൊ പറഞ്ഞു വന്നതും ആ ചെക്കന്മാരെ സ്ഥിതിയും കൂടി പറയാൻ വേണ്ടിയിട്ടാണ്. കാരണം അവന്റെ കൂട്ടുകാർക്ക് എന്തിനാ ഓനെ കൊന്നേന്ന് ചോദിച്ചിട്ട് അവന്റെ ചങ്ക് കൂട്ടുകാരൻ കരയാണ്. എൻ്റെ മോൻ വന്നോന്ന് ഉമ്മ ചോദിക്കാണ്. ഉപ്പ ഒന്നിലും മിണ്ടാൻ പറ്റാതെ തകർന്നിരിക്കണ ഉപ്പ, പിന്നെ ആ നാട്ടുകാര്. കാരണം അവർക്കൊന്നും ഇത് സ്വപ്നം കാണാൻ പോലും ചിന്തിക്കാൻ പറ്റുന്നുണ്ടാവില്ല. അപ്പൊ ഞാനെന്താ പറഞ്ഞു വന്ന്, ഇന്നൊരു ഷഹബാസും ഉണ്ടാവാതിരിക്കട്ടെ. കൂട്ടുകാരെ മനസ്സിലാക്കി ജീവിക്കട്ടെ. ഒരു ഉപ്പാക്കും ഉമ്മാക്കും അവരുടെ മോനെ നഷ്ടപ്പെടാതിരിക്കട്ടെ.